Hello students, good morning. Today we will see about layouts. Layout എന്നുള്ളത് GUI, graphical user interface ന്റെ appearance ആണ്. How we can organize the components in the screen. That organizing components of the screen is done using layouts. ഇപ്പോൾ സാധാരണ ഒരു ഫ്രെയിം പാനൽ അതുപോലെ components ഒക്കെ ആഡ് ചെയ്യാം. ഫ്രെയിം and frame panel add and we are adding components to the panel. Okay, we are adding components to panel, we are adding panel to frame. Angane add cheyumbo the default layout followed is flow layout. Now adham kaanichittunde flow layout ennoru default layout undu. Appo idinathu vera restrictions onnilla. Flow layout our default layout ennallu. അപ്പോൾ ആദ്യം ആഡ് ചെയ്യുന്ന കമ്പോണന്റ് ആദ്യം വരുന്നു, പിന്നെ ആഡ് ചെയ്യുന്ന കമ്പോണന്റ് അടുത്ത് വരുന്നു, അങ്ങനെ സ്പേസ് തീരുന്ന വരെ f1 ഡോട്ട് സെറ്റ് സൈസ് നമ്മൾ കൊടുക്കാറുണ്ട്. വി ആർ സെറ്റിംഗ് ദ സൈസ് യൂസിങ് ദി സെറ്റ് സൈസ് മെത്തേഡ്. അപ്പോൾ ആ ഒരു സൈസ് തീരുന്ന വരെ അത് ഹൊറിസോണ്ടലി ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ അടുത്ത ലൈനിലേക്ക് വരും. നമ്മൾ സ്ക്രീൻ മാക്സിമൈസ് ചെയ്യുമ്പോൾ വീണ്ടും അതിൻ്റെ സൈസ് മാറി മൊത്തം. വി ഹാവ് നോ കൺട്രോൾ ഇൻ ദി ലേഔട്ട്, ഫ്ലോ ലേഔട്ട് എന്നുള്ളത്. അപ്പോൾ സാധാരണ ലേഔട്ട് സെറ്റ് ചെയ്യുന്നത് ഞാൻ പറയാം. ലേഔട്ട് വിൽ ബി സെറ്റ് ഓൺ എ panel or a frame. Okay, I can set layout on a panel. Okay, so first I have to create object of this flow layout. So flow layout, flow layout. I need to create the object of this flow layout first. Flow layout f1 is equal to new flow layout. Okay, this is how we create layouts. Okay, then I need to set the layout to the frame. So if the frame is f, so f dot set layout, f1 is the object of this flow layout. Okay, so this is the method how we assign layout to the frame. So if the object is f, then we can set layout using f dot set layout. If the layout is f1 and the frame is f, so f dot set layout f1 means we are setting the layout f1 to the frame. Ini nammal add cheyumbo ee layout ayi follow cheyam. Okay, that is flow layout. A default layout aanu ee aadiyathe anjana: flow layout, border layout, card layout, grid back layout and grid layout. These are available in the package AWT. Okay, abstract window toolkit. So these 5 are available in the package AWT, and the box layout is available in the package Swing, javax.swing.star. And group layout and spring layout are newly introduced layouts in the new versions of Java. And so default layout is the flow layout. Okay. Now then how can we add components depending on our wish? അതിനുവേണ്ടിയാണ് ബാക്കി 4 ലേഔട്ടുകളുള്ളത്. ഫ്ലോ ലേഔട്ട് ഡിഫോൾട്ടാണ്, നമ്മൾ ആഡ് ചെയ്യുന്ന ക്രമത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഈ ബോർഡർ ലേഔട്ട് എന്നുള്ളത്, ബോർഡർ ലേഔട്ട് അലൗസ് us to add components in the borders. ഞാൻ ഒരു ഇത് കാണിക്കാം. അതായത് ഇപ്പോൾ ഇതാണ് ഫ്രെയിമെങ്കിൽ ഈ ഫ്രെയിമിൻ്റെ അല്ലെങ്കിൽ ഫ്രെയിമിൻ്റെ 4 ബോർഡേഴ്സിനകത്തും സെൻറ്ററിലും കമ്പോണന്റ് ആഡ് ചെയ്യാൻ സമ്മതിക്കുന്ന അല്ലെങ്കിൽ അലോ ചെയ്യുന്ന ലേഔട്ടാണ് ഏത് ബോർഡർ ലേഔട്ട് എന്നുള്ളത്. സോ ഇഫ് ഐ ആം ആഡിങ് എ കമ്പോണന്റ് ബൈ സ്പെസിഫൈയിങ് ഇറ്റ് ആസ് ആഡ് ദ കമ്പോണന്റ് അറ്റ് ദി നോർത്ത് സൈഡ്. അപ്പോൾ നോർത്ത് എന്നൊരു ഓപ്ഷൻ വെച്ചിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ദ കമ്പോണന്റ് വിൽ ബി ലൈക്ക് ഹിയർ, വിൽ ബി ഹിയർ. ഓക്കെ, ദെൻ ഈസ്റ്റ് എന്ന് ഉപയോഗിച്ച് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടേക്കും കമ്പോണന്റ് ഉണ്ടാവും. ഓക്കെ,
അപ്പോൾ നമ്മൾ ആദ്യം ഈസ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ കമ്പൗണ്ട് മൊത്തം ഇവിടെ വരും. ആദ്യം നോർത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ നോർത്തിൽ ആഡ് ചെയ്തിട്ട് പിന്നെ ഈസ്റ്റ് ആഡ് ചെയ്യും. പിന്നെ നമുക്ക് സൗത്തിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ സൗത്ത് ഇവിടെ ആഡ് ചെയ്യും. ഓക്കെ, സൗത്തിൽ ആഡ് ചെയ്യും. പിന്നെ വെസ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ വെസ്റ്റിൽ ആഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ആദ്യം വെസ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ വെസ്റ്റിലായിരിക്കും ഇവിടെ ഫുൾ വരിക. വെസ്റ്റും ഈസ്റ്റും ആഡ് ചെയ്യുകയാണെങ്കിൽ നേരെ മാറും. അതായത് ഇവിടെയും ഫുള്ളാവും, ഇവിടെയും ഫുള്ളാവും. പിന്നെ കമ്പൗണ്ട് ഇടയ്ക്കായിരിക്കും. പിന്നെ നമുക്ക് സെൻട്രൽ ആഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അടുത്ത കമ്പൗണ്ട് ഇവിടെ ആയിരിക്കും. സോ വി ക്യാൻ ആഡ് 1 2 3 4 5 കമ്പൗണ്ട്സ്. ഈ 5 കമ്പൗണ്ട്സ് ആണ് വി ക്യാൻ ആഡ് ഇൻ ദിസ് ബോർഡർ ലേഔട്ട്. ഇപ്പോൾ ബോർഡർ ലേഔട്ട് ഉപയോഗിക്കുമ്പോൾ ഈസിയാണ്. എന്താണ് ബോർഡർ ലേഔട്ട് യൂസ് ചെയ്യുമ്പോൾ 5 കമ്പൗണ്ട്സ് ആണുള്ളത്. വി നീഡ് ടു ക്രിയേറ്റ് ഒബ്ജക്ട്സ് ലൈക്ക് ദിസ്. അതായത് ബോർഡർ ലേഔട്ട് എന്ന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ബോർഡർ ലേഔട്ട് B1 is equal to ന്യൂ ബോർഡർ ലേഔട്ട്. ബോർഡർ ലേഔട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്തു. എഫ് ആണെങ്കിൽ എഫ് ഡോട്ട് സെറ്റ് ലേഔട്ട്. നമുക്ക് ഫ്രെയിം മാറ്റി പാനലാക്കുക. വി ക്യാൻ യൂസ് പാനൽസ് ഓൾസോ. P1 dot. I am using layout to panel. Then P1 dot set layout B1. So I am setting the layout to panel. Okay. അപ്പോൾ ഈ ബോർഡർ ലേഔട്ട് ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് കമ്പോണന്റ് ആഡ് ചെയ്താലും ഇറ്റ് വിൽ ബി ഫോളോയിങ് ദ ബോർഡർ ലേഔട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് P1 ഡോട്ട് ആഡ്, ഇപ്പോൾ ലേബൽ ആണെങ്കിൽ L1, ലേബലിൻ്റെ ഒബ്ജക്റ്റ് L1 ആണെങ്കിൽ ഐ വിൽ ബി ആഡിങ് ലൈക്ക് ദിസ്. അല്ല, ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കമ്പൗണ്ട് എങ്ങോട്ട് ആഡ് ചെയ്യണം എന്ന് പറയണം. അതായത് വി നീഡ് ടു ആഡ് ഇറ്റ് ഇൻ ദി നോർത്ത്. ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അതെന്താണ് ലേബിൾ എന്ത് ചെയ്യുക? ലേബിൾ നോർത്തിൽ മൊത്തം ആഡ് ചെയ്യും. അതുപോലെ എന്താ ചെയ്യുക? വി ക്യാൻ യൂസ് സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അപ്പോൾ അങ്ങനെ 5 കമ്പൗണ്ട്സ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലേഔട്ടാണ് ബോർഡർ ലേഔട്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കാർഡ് ലേഔട്ട്. കാർഡ് ലേഔട്ട് എന്നുള്ളത് ഇറ്റ് ഈസ് ലൈക്ക് എ ഡെക്ക് ഓഫ് കാർഡ്സ്. ഒരു കാർഡ് ഇങ്ങനെ അടക്കി വെച്ച പോലെയാണ് കാർഡ് ലേഔട്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു 5 ഇഫ് ഐ ആം ക്രിയേറ്റിംഗ് 5 or 6 പാനൽസ്, 6 പാനൽ ഉണ്ടാകുന്നതായിരിക്കാം. ഞാനിപ്പോൾ 6 പാനൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ P1 P2 P3 P4 6 പാനൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 6 പാനലും കൂടി വേറൊരു പാനലിലേക്ക് ആഡ് ചെയ്യുന്നു. ഐ ഹാവ് 6 panels and I am adding this panel to 7th panel which have a card layout. അങ്ങനെയാണെങ്കിൽ ഈ 6 പാനൽ എന്ത് ചെയ്യും? മുകളിലിരിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയായിരിക്കും? ഇത് ബോർഡർ ലേഔട്ടാണ്. ഓക്കെ, now I have 6 panels. 6 പാനലുണ്ട്. ഞാൻ 7ാമത്തെ പാനൽ ഉണ്ടാക്കിയിട്ട് ഈ പാനലിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? കാർഡ് ലേഔട്ട് സെറ്റ് ചെയ്യണം. P7 dot set layout C1 കാർഡ് ലേഔട്ട് ആണെങ്കിൽ C1 സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതെന്താവും? ഇത് ഒരു കാർഡ് ലേഔട്ട് ആവും. പിന്നെ ഞാൻ ബാക്കിയെല്ലാം ഐ ആം ആഡിങ് ഓൾ ദി അതർ പാനൽസ് ടു ദിസ് പാനൽ. ബാക്കി എല്ലാ പാനലും ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. സോ ഇറ്റ് വിൽ ഫോളോ ദിസ് ടൈപ്പ് ഓഫ് കാർഡ് ലേഔട്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടാവുക. മുകളിൽ ആഡ് ചെയ്യും. ഈ ലാസ്റ്റ് മാത്രം എന്ത് ചെയ്യും? ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യാൻ കഴിയും. ഇതാണ് കാർഡ് ലേഔട്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പാനൽ ആക്റ്റീവ് ആവും. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പാനൽ ആക്റ്റീവ് ആവും. അങ്ങനെ ഐ ക്യാൻ ക്ലിക്ക് ഓൺ ദിസ് പാനൽ. ഓക്കെ, അതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ P7 ആണ് കാർഡ് ലേഔട്ട് ആക്റ്റീവ് ആക്കിയ പാനലെങ്കിൽ P7 ഡോട്ട് നെക്സ്റ്റ്, P7 ഡോട്ട് പ്രീവിയസ് എന്ന് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവേഴ്സ് ചെയ്യാം. ഏതെങ്കിലും ഈവൻറ്റ് ഹാൻഡ്ലിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് P7 ക്ലിക്ക് ചെയ്യുമ്പോൾ P7 ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അടുത്ത പാനൽ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്നുകിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബൈ യൂസിങ് ഈവൻറ്റ് ഹാൻഡ്ലിംഗ് മെത്തേഡ്സ് വി ക്യാൻ ട്രാവേഴ്സ് യൂസിങ് ഡോട്ട് നെക്സ്റ്റ് ആൻഡ് ഡോട്ട് പ്രീവിയസ്. ഓക്കെ, അപ്പോൾ ഇതാണ് കാർഡ് ലേഔട്ട് എന്നുള്ളത്. സോ കാർഡ് ലേഔട്ട് ഈസ് ലൈക്ക് എ ഡെക്ക് ഓഫ് കാർഡ്സ്. അതെങ്ങനെ യൂസ് ചെയ്യാൻ കാണിക്കാം. കാർഡ് ലേഔട്ട് എന്നുള്ളത് എല്ലാം സെയിം ആണ്. കാർഡ് ലേഔട്ടിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. കാർഡ് ലേഔട്ട് C1 is equal to ന്യൂ കാർഡ് ലേഔട്ട്.
Okay, then set the layout to panels. When I button like panel like I can add different buttons or different components, but other useful illa nammal cheyyunnathu oru 5 or 6 panel create ചെയ്യും. അത് കഴിഞ്ഞ് ഏഴാമത്തെ പാനലിലേക്ക് എന്ത് ചെയ്യും? I will be setting the layout. p1.set layout, p7.set layout, c1. അതായത് എനിക്കിപ്പോൾ എന്തുണ്ട്, എനിക്ക് 7 പാനൽസ് ഉണ്ട്, ലൈക്ക് p1, p2, p3, p4, p5, p6 and p7. അങ്ങനെ 7 പാനലുണ്ട്. ഞാൻ ഏഴാമത്തെ പാനലിലേക്ക് എന്ത് ചെയ്യാണ്? കാർഡ് ലേഔട്ട് സെറ്റ് ചെയ്യാണ്. ദെൻ ഐ ആം ആഡിങ് ദിസ് p7.add p1. ഒന്നാമത്തെ പാനൽ p7ലേക്ക് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പാനൽ p2. ഓക്കെ, ഇപ്പോൾ ഓർഡർ മാറി, കുഴപ്പമില്ല. അതായത് p7.add p2, p7.add p1. So I am adding these 2 panels to the same panel p7. അതുപോലെ likewise you can add all the other 5 panels. എല്ലാ പാനൽസും ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 1 by 1 ആയിട്ട് മുകളിൽ വരിക. ആ ഓരോ പാനലിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പോണൻസ് ആഡ് ചെയ്യാൻ പറ്റും. In each panel we can add components and the panels can be added to the layout, having the layout, card layout of p7 ലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെക്ക് ഓഫ് കാർഡ്സ് പോലെ ഇരിക്കും. ഇനി ഞാൻ പറയുന്നതാണ്, അതായത് ഐ ക്യാൻ ട്രാവേഴ്സ് ബിറ്റ്വീൻ ദീസ് ലേഔട്ട് ബൈ ക്ലിക്കിംഗ് ഓൺ ദി എഡ്ജസ് ഓർ ബൈ യൂസിങ് സം ഈവൻ ഹാൻഡ്ലിംഗ് മെത്തേഡ്സ് ടു ഹാവ് ടു വർക്ക് ദ മെത്തേഡ് നെക്സ്റ്റ് ആൻഡ് പ്രീവിയസ്. p7.next means next panel പോയിക്കൊണ്ടിരിക്കും. p7.previous means previous panel പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് we can traverse through multiple panels. Okay, ഇത് കാർഡ് ലേഔട്ട് ആണ്. നെക്സ്റ്റ് we are going to see about the grid layout. അടുത്ത ഗ്രിഡ് ലേഔട്ട് ആകാവുന്നത്. ഗ്രിഡ് ലേഔട്ട് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ലേഔട്ട് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ലേഔട്ട് എന്ന് പറയാം. So in the case of grid layout, so this is card layout. In the case of grid layout, we are organizing the panel to different rows and columns. We are organizing the panel to different rows and columns. അതായത് ഇതിനകത്ത് 3 റോസും 4 കോളംസും വേണം എന്ന് പറയുകയാണെങ്കിൽ we will be having 3 rows and okay, we will be having 3 rows and 4 columns. ഈക്വൽ സൈസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം പറയാം, ഇതിന് ലേഔട്ടിനകത്ത് 3 റോസും 4 കോളംസും വേണമെന്ന് ആദ്യം പറയാം. പിന്നെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ആദ്യം ആഡ് ചെയ്യുന്ന കമ്പോണന്റ് ഇവിടെ വരും, അടുത്ത കമ്പോണന്റ് ഇവിടെ വരും, അടുത്ത് ഇവിടെ വരും, അടുത്ത് ഇവിടെ വരും, അങ്ങനെ ഓർഡറിൽ ആഡ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി കിട്ടി. അപ്പോൾ ഈ ലേഔട്ടാണ് grid layout എന്നുള്ളത്. So while using grid layout we will be specifying the rows and columns. So grid layout G1 is equal to new grid layout. Bracket now we will be giving the size. മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ലേഔട്ടിനകത്ത് തന്നെ നമുക്ക് എന്ത് കിട്ടി? We got the number of rows and columns. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് we will be setting it to the panel. So p1.set layout ഏതാണ്? G1. അപ്പോൾ ഗ്രിഡ് ലേഔട്ട് ആക്കി സെറ്റ് ചെയ്യണ്ടാവും. പിന്നെ ആദ്യം നെക്സ്റ്റ് we will be adding components. പിന്നെ ആദ്യം ആഡ് ചെയ്യുന്ന ഓരോ കമ്പോണന്റും ആ ഒരു റോ വൈസ് ഫിൽ ചെയ്യുക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അങ്ങനെ ആ ഒരു റോ വൈസിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും കമ്പോണ്ട് നമുക്ക് ഒരു റോ സ്കിപ്പ് ചെയ്യണമെങ്കിൽ ക്യാൻ യൂസ് p1.add null. അങ്ങനെ അപ്പോൾ ഒരു കോളം നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കോമ്പിനേഷൻ യൂസ് ചെയ്യുക. അതായത് ഈ 3 ലേഔട്ടിൻ്റെ കോമ്പിനേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വി ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർഫേസസ്.
ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം ഒരു ലേഔട്ട് ഇതിലേക്കൊരു ബോർഡർ ലേഔട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ബോർഡർ ലേഔട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ ആഡ് കമ്പോണന്റ് സെറ്റ് ഓൾ ബോർഡേഴ്സ് ആൻഡ് അറ്റ് സെൻറ്റർ. ഞാൻ വേറെ പാനലിലേക്ക് ഞാനൊരു ഫ്ലോ ലേഔട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഇത് ഞാൻ നോർത്തിൽ ആഡ് ചെയ്തു. എന്താ മീനിങ്? ഞാൻ കമ്പോണൻസ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ വരും അല്ലേ? കമ്പോണൻസ് ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റ് ഇവിടെ വരും, സെക്കൻഡ് കമ്പോണൻറ്റ് ഇവിടെ വരും, അടുത്ത് ഇവിടെ വരും. ഓക്കെ, ഇപ്പോൾ ഒരു ഫ്ലോ ലേഔട്ട് സെറ്റ് ചെയ്ത ഒരു പാനൽ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇതിൻ്റെ ഈ പാനലിലേക്ക് ആഡ് ചെയ്തു. സോ ദിസ് പാനൽ ഹാവ് സെറ്റ് എ ഫ്ലോ ലേഔട്ട് ആൻഡ് ഇറ്റ് ഈസ് ആഡഡ് ടു എ പാനൽ വിച്ച് ഈസ് ഹാവിങ് സെറ്റ് എ ലേഔട്ട് ഓഫ് ബോർഡർ ലേഔട്ട്. ഞാൻ വേറൊരു ലേഔട്ട് ഒരു ഗ്രിഡ് ബാഗ് അല്ലെങ്കിൽ ഗ്രിഡ് ലേഔട്ട് സെറ്റ് ചെയ്തൊരു ലേഔട്ട് ഞാനിവിടെ ആഡ് ചെയ്തു. അതായത് 2 റോസും 2 കോളംസും ഉള്ള ഞാൻ ലേഔട്ട് ഇവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഐ എം ആഡിങ് ടുവേർഡ്സ് ദി വെസ്റ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 4 കമ്പോണൻസ് പറ്റി. ഇപ്പോൾ ഇതൊരു പാനലാണ്. ഈ ഒരു പാനലിലേക്ക് ഞാൻ ഗ്രിഡ് ലേഔട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാനൽ എന്ത് ചെയ്യുന്നു? ഞാൻ ബോർഡർ ലേഔട്ട് സെറ്റ് ചെയ്തതിലേക്ക് ഈസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കോമ്പിനേഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഡിസൈൻ ഇൻ്റർഫേസസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കോർ ജാവയ്ക്കകത്ത് വി ആർ ഡിസൈനിങ് ഇൻ്റർഫേസ് യൂസിങ് ദീസ് ലേഔട്ട്സ്. ഓക്കെ, അപ്പോൾ കോമ്പിനേഷൻ വിൽ ഓൾവേസ് വർക്ക് ടു ക്രിയേറ്റ് ഗുഡ് ഇൻ്റർഫേസസ്. ഇനിയുള്ളത് ഗ്രിഡ് ബാഗ് ലേഔട്ടാണ്. ഗ്രിഡ് ബാഗ് ലേഔട്ടാണ് ഏറ്റവും ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. പക്ഷേ അത് യൂസ് ചെയ്യാൻ കുറച്ച് കോംപ്ലിക്കേഷനാണ്. അത് യൂസ് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ നമുക്കത് മൊത്തം അത് വിൽ നോട്ട് ബി ഏബിൾ ടു ഡിസൈൻ പ്രോപ്പർ ലേഔട്ട്സ്. ഇപ്പോൾ ഗ്രിഡ് ബാഗ് ലേഔട്ട് ചെയ്യുന്ന കാര്യം, നമുക്ക് ആദ്യം ഇൻ്റർഫേസ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു പാനൽ സെറ്റ് ചെയ്ത് വെച്ചു, അതിലേക്ക് ലേഔട്ട് സെറ്റ് ചെയ്തു. ഇനി ചെയ്യുന്ന കാര്യം എന്നുള്ളത് ഐ വിൽ ബി സെറ്റിംഗ് കൺസ്ട്രെയിൻസ് ടു ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ്. ഓരോ കമ്പോണൻറ്റിനും ഞാൻ കൺസ്ട്രെയിൻസ് കൊടുക്കും. So constraints will be given by using another class called grid bag constraints. Grid bag constraints എന്ന് ഉപയോഗിച്ചൊരു ക്ലാസ്സിനകത്തായിരിക്കും ഞാൻ എന്ത് ചെയ്യാം? ഞാൻ വേറൊരു കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ഗ്രിഡ് ബാഗ് കൺസ്ട്രെയിൻസ് എന്നൊരു ക്ലാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ കമ്പോണൻറ്റിനും കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യും. അപ്പോൾ ആഡ് ചെയ്യാവുന്ന കൺസ്ട്രെയിൻസ് ഉള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അതായത് ഇപ്പോൾ റോ ഹൈറ്റ്, അതുപോലെ റോ വിത്ത്, ഹൈറ്റും വിത്തും കൊടുക്കാം. പിന്നെ എത്ര റോസ് കോളംസും സ്പാൻ ചെയ്യണം അത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് അതുപോലെ 2 കമ്പോണൻറ്റ് തമ്മിലുള്ള സ്പേസ് കൊടുക്കാം. ഒരു കമ്പോണൻറ്റിനകത്ത് 2 കമ്പോണൻറ്റ് തമ്മിലുള്ള സ്പേസും കൊടുക്കാം. അതുപോലെ ഒരു കമ്പോണൻറ്റിനകത്ത് ബോർഡറും ടെക്സ്റ്റും തമ്മിലുള്ള സ്പേസ് കൊടുക്കാം. അതുപോലെ ഒരു ഹൈറ്റ് എക്സ് ഉപയോഗിച്ച് നമുക്ക് 2 റോഡ് ഹൈറ്റ് ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ വിത്ത് എക്സ് ഉപയോഗിച്ച് നമുക്ക് 2 കോളം വിത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓരോ കമ്പോണൻറ്റ് ആഡ് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ എന്ത് ചെയ്യും? വിൽ ബി ഗിവിങ് കൺസ്ട്രെയിൻസ് യൂസിങ് ദി ഗ്രിഡ് ബാഗ് കൺസ്ട്രെയിൻസ് ക്ലാസ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ലേഔട്ടാണ് ഗ്രിഡ് ബാഗ് ലേഔട്ട് എന്നുള്ളത്. പക്ഷേ യൂസ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. നമ്മളത് യൂസ് ചെയ്ത് ഔട്ട്പുട്ട് കണ്ട് വീണ്ടും മാറ്റി കൊടുത്ത് അങ്ങനെയാണത് സാധാരണ ഡിസൈൻ ചെയ്യുക. So it will be bit difficult to use. എന്നാലും അതാണ് മോസ്റ്റ് ഫ്ലെക്സിബിൾ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ യൂസ് ചെയ്തുള്ളത് ഗ്രിഡ് ബാഗ് ലേഔട്ടിനകത്ത് ആദ്യൊരു ലേഔട്ട് ഉണ്ടാക്കണം. ആദ്യം ലേഔട്ട് ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യണം. സാധാരണ പോലെ തന്നെ സെറ്റ് ചെയ്യാം. p1 set layout g1. ഇപ്പോൾ ഗ്രിഡ് ബാഗ് ലേഔട്ട് സെറ്റ് ചെയ്തു. സെറ്റ് ലേഔട്ട്. ഇനി ചെയ്യേണ്ടത് ഗ്രിഡ് ബാഗ് കൺസ്ട്രെയിൻസിൻ്റെ ക്ലാസ് ഉണ്ടാക്കണം. അതായത് ഗ്രിഡ് ബാഗ് കൺസ്ട്രെയിൻസ് ഒരു ക്ലാസ് GC ഞാൻ കൊടുത്തു, ഈക്വൽ ടു ന്യൂ grid bag constraints. Constraints in the class കൊടുത്തു.
ഇനി നമ്മൾ ചെയ്യുന്നത് GC ആണ് ഇതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേര്. GC ഡോട്ട് ഗ്രിഡ് എക്സ് ഈക്വൽ ടു 5, GC ഡോട്ട് ഗ്രിഡ് വൈ ഈക്വൽ ടു 5. ഇത്ര കൊടുത്തു കഴിയുമ്പോൾ ഇതൊരു 5/5 ആയിട്ട് മൊത്തം ഇൻ്റർഫേസ് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അഞ്ചാമത്തെ കോളത്തിലേക്ക് എന്ത് ചെയ്യുന്നു ആണ് ഇപ്പോൾ സെറ്റ് എക്സും വൈയും കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ 5 മാറ്റിയിരിക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് കഴിയുമ്പോൾ വേറൊരു കമ്പൗണ്ട് ആഡ് ചെയ്യുമ്പോൾ GC ഡോട്ട് ഗ്രിഡ് എക്സ് ഈക്വൽ ടു 10, ഗ്രിഡ് വൈ 10 കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും, ഇത് മൊത്തം റീഅറേഞ്ച് ചെയ്യും. റീഅറേഞ്ച് ചെയ്തിട്ട് 10 ഡിവൈഡ് ചെയ്യും. മൊത്തം ഇൻ്റർഫേസ് ഡിസൈന് ഏരിയനെ 10/10 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആദ്യത്തെ കമ്പൗണ്ട് അപ്പോഴും 5 അപ്പോൾ അത് കമ്പൗണ്ട് കുറച്ച് മുകളിലേക്ക് മാറില്ലേ, ആദ്യം 5 ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് കോളായിരിക്കും. ഞാൻ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഗ്രിഡ് എക്സ് 10 ഗ്രിഡ് വൈ 10 കൊടുക്കുകയാണെങ്കിൽ മൊത്തം ഇൻ്റർഫേസിനെ 10/10 ആക്കി മാറ്റി 100 മാറ്റി. അപ്പോൾ ഈ 5 കമ്പൗണ്ട് എങ്ങോട്ട് മാറി, സെൻട്രലിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് നേരത്തെ അറിയില്ലെങ്കിൽ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനിയിപ്പോൾ ഞാൻ പറയാം GC ഡോട്ട് വെയിറ്റ് എക്സ് പറയാം. GC ഡോട്ട് വെയിറ്റ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുകയാണെങ്കിൽ എക്സ് പാരാമീറ്റർ 2 സെല്ല് ഹൈറ്റിൽ വരും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ തന്നെ എന്താവുന്നത് 6 ആയിട്ട് മാറും. കാരണം 5ാമത്തെ കോളത്തിലാണ് സ്റ്റാർട്ടിങ് കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് എക്സ് 2 കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ സംഭവിക്കുന്നത് 6 ആക്കി മാറ്റി ഡിസൈൻ ചെയ്യും. എന്നിട്ട് 5 മുതൽ 6 വരെ 2 കമ്പൗണ്ട്സ് വരാൻ പാകുന്നത് ലെങ്ത് വരും. ഹൈറ്റ് വെക്കുന്നതിനായിരിക്കും വെയിറ്റ് വൈ ഉപയോഗിച്ചിട്ടാണ്. എന്നിട്ട് നമ്മൾ കമ്പൗണ്ടിലേക്ക് ആഡ് ചെയ്യും. അതായത് ആ കമ്പൗണ്ട് B1 ഇപ്പോൾ ബട്ടൺ വയ്ക്കുമ്പോൾ ബട്ടൺ B1 ആണ്. B1 ഡോട്ട് സെറ്റ് കൺസ്ട്രെയിൻസ്, B1ലേക്ക് ആ കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യും. ഓക്കെ, ഇനി കമ്പൗണ്ട് ആഡ് ചെയ്യും. തിരിച്ചാണ് GC ഡോട്ട് സെറ്റ് കൺസ്ട്രെയിൻസ് B1ലേക്ക് കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യും. ഇനി കമ്പോണന്റ് P1 ഡോട്ട് ആഡ് B1 ഉപയോഗിച്ച് P1ലേക്ക് എന്ത് ചെയ്യും, P1ലേക്ക് ഇത് ആഡ് ചെയ്യും. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് ബാധകമാക്കിക്കൊണ്ട് ഓരോ കമ്പോണന്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യും, ഓരോ പ്രാവശ്യം നമ്മൾ GCക്കകത്ത് പാരാമീറ്റർ മാറ്റിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഈ യൂസിങ് ദീസ് കൺസ്ട്രെയിൻസ് വിൽ ബി ആഡിങ് ദ കമ്പോണൻസ് ടു ദി പാനൽ. ഓക്കെ, അപ്പോൾ അത് ഓരോ പ്രാവശ്യം ചെയ്ത് ആഡ് ചെയ്ത് ഔട്ട്പുട്ട് കാണുമ്പോൾ മാത്രമായിരിക്കും അതിൻ്റെ ചേഞ്ചസ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോർ ജാവയ്ക്കകത്ത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കമ്പോണന്റ് എന്നുള്ളത്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലേഔട്ട് എന്നുള്ളത് ഇതാണ്, ഗ്രിഡ് ബാക്ക് ലേഔട്ടാണ്. ബട്ട് ഡിഫിക്കൽട്ട് ടു ഓർഗനൈസ്. ഓക്കെ, ഇത് കൂടാതെ പുതിയ ലേഔട്ട്സ് ഉണ്ട്, സ്പ്രിംഗ് ലേഔട്ടും ഗ്രൂപ്പ് ലേഔട്ടൊക്കെ ഉണ്ട്. ഇത് കുറച്ചുകൂടി യൂസ് ചെയ്യാൻ ഇതുപോലെ തന്നെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണ്. യു ക്യാൻ സ്റ്റഡി ഇറ്റ് ബൈ യുവർ ഓൺ. ഓക്കെ, അത് ഇതുപോലെ തന്നെയാണ് കൺസ്ട്രെയിൻസ് വെച്ചിട്ട് അതുപോലെ ഗ്രൂപ്പ്സ് ആക്കി മാറ്റിയിട്ട് ഒക്കെയാണ് ചെയ്യുന്നത്. ഇനി ബോക്സ് ലേഔട്ട് എന്നുള്ളത് ഫ്ലോ ലേഔട്ട് തന്നെയാണ്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദി സ്വിംഗ് പാക്കേജ്. ഇറ്റ് ഈസ് ലൈക്ക് സിമിലർ ടു ഫ്ലോ ലേഔട്ട്. പക്ഷേ അത് ഒരു മോഡിഫിക്കേഷൻ ഉള്ളത് ഫ്ലോ ലേഔട്ടിനകത്ത് ഹൊറിസോണ്ടലി മാത്രമേ പോകുള്ളൂ. ഞാനിപ്പോൾ ബോക്സ് ലേഔട്ടിനകത്ത് വൈ ആക്സിസ് എന്ന പാരാമീറ്റർ കൊടുക്കുകയാണെങ്കിൽ കമ്പൗണ്ട് ആഡ് ചെയ്യുന്നതായിരിക്കും എന്ത് കിട്ടും, ഇങ്ങനെ ഓർഡർ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഫ്ലോ ലേഔട്ടിനകത്ത് പാരാമീറ്റർ ആയിട്ട് എക്സ് ആക്സിസ് വൈ ആക്സിസ് കൊടുക്കും. ബൈ ഡിഫോൾട്ട് എക്സ് ആക്സിസ് ആണ്. ഞാൻ വൈ ആക്സിസ് കൊടുക്കുകയാണെങ്കിൽ കമ്പൗണ്ട് ആഡ് ചെയ്യുമ്പോൾ വെർട്ടിക്കലി ആഡ് ചെയ്യും. അതാണ് വ്യത്യാസം. സോ ബോക്സ് ലേഔട്ട് ഈസ് ഗിവൺ ബൈ ദി പാക്കേജ് javax.swing.star. Okay, clear. So these are the different types of different types of layouts. In another, you can specify all these names and you can explain these much types of layouts. If പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ, എക്സാമിന് പറയുകയാണെങ്കിൽ ലേഔട്ട്സിനെ കുറിച്ച് പറയാം, ഓരോ ലേഔട്ടും വരയ്ക്കുക, ലേഔട്ട്സിനകത്ത് എങ്ങനെ യൂസ് ചെയ്യുക അതുപോലെ കൊടുക്കുക, പറ്റുമെങ്കിൽ സാമ്പിൾ പ്രോഗ്രാം എഴുതുക. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ നമുക്ക് you can always use the combination of these layouts to create a design.
ഫ്ലോ ലേഔട്ട്, ബോർഡർ ലേഔട്ട്, ഗ്രിഡ് ലേഔട്ട്, ഈ മൂന്നിൻ്റെ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ വിൽ ബി ഡിസൈനിങ് ലേഔട്ട് ഫോർ അവർ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഫ്രണ്ട് എൻഡ്. ഓക്കെ, ഇതാണ് ദിസ് ഇസ് അബൌട്ട് ലേഔട്ട്സ്. ഓക്കെ, താങ്ക് യു.